ഹായ് ഹലോ അസ്സലാം വലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള സ്കിൻ കെയറിനെ കുറിച്ചിട്ടുള്ളതാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് സ്കിൻ കെയർ എന്താണ്, അതിനുവേണ്ടി എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്, ഓരോ പ്രൊഡക്റ്റും എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം, നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരാതെ എങ്ങനെ സ്കിൻ കെയർ ചെയ്യാം എന്നൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ബേസിക് സ്കിൻ കെയർ എന്ന് നോക്കിയാലോ. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ വേണം എന്നുള്ളതാണ്. ഇത് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഒരുപാട് പ്രൊഡക്റ്റുകളല്ല, മറിച്ച് നമ്മുടെ സ്കിന്ന് ക്ലീൻ ആയും മോയ്സ്ചറൈസ്ഡ് ആയും ഹെൽത്തി ആയും ഇരിക്കാൻ സഹായിക്കുന്ന കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രം നമ്മൾ ദിവസവും ചെയ്താൽ മതി. അതിൽ തന്നെ ആദ്യം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ സ്കിൻ ടൈപ്പ് ഏതാന്നുള്ളത്. അതായത് ഓയിലി സ്കിൻ ആണോ, ഡ്രൈ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, നോർമൽ സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്ന്, ഇങ്ങനെയുള്ള സ്കിന്നുകളാണ് നമുക്ക് ഉണ്ടാവുക. അതിൽ ആദ്യം നമ്മൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ആക്കാത്തതിന് മുമ്പ് നമ്മളെ സ്കിൻ ടൈപ്പ് ഏതാന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടെത്തന്നെ വേണം. അതിനു വേണ്ടിയിട്ട് അത് എങ്ങനെ മനസ്സിലാക്കാന്നുള്ള വീഡിയോസും കാര്യങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഇന്നിപ്പോ ഞാൻ ചെയ്യുന്നത് ബേസിക് ആയിട്ട് സ്കിൻ കെയർ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് തിരിച്ചറിയുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് താഴെ പറയണം, കമന്റിൽ പറയുകൊണ്ട് ആ വീഡിയോ ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ബേസിക് സ്കിൻ കെയറിൽ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഫേസ് വാഷ് എന്നുള്ളത്. ഞാൻ ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് ഹഹാഗ്ലോയുടെ ഫേസ് വാഷ് ആണ്. എന്നിവ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫേസ് വാഷ് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് കുറച്ച് മാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മളെ മുഖത്ത് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുഖം വെള്ളം കൊണ്ട് നല്ല രീതിക്ക് കഴുകി കളയുകയും ചെയ്യാം. ഇങ്ങനെയാണ് ഫേസ് വാഷ് ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള സ്കിൻ കെയറിൽ പെട്ടതാണ് സെറം എന്നുള്ളത്. സെറം ഉപയോഗിക്കുന്നത് പ്ലമ്മിന്റെ 10% നിയാസിനമൈഡ് റേസ് വാട്ടർ സിറാണ് ഞാൻ ഉപയോഗിക്കുന്നുള്ളത്. സിറം യൂസ് ആക്കുന്നത് കൊണ്ടിട്ട് സ്കിന്നിലെ എക്സസ് ഓയിൽ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ആക്നി മാർക്ക്, ഡാർക്ക് സ്പോട്ട് കുറക്കാനും സ്കിന്ന് ബ്രൈറ്റ് ആവാനും സഹായിക്കും. എന്റെ സ്കിൻ കെയറിൽ ഞാൻ ഇത് യൂസ് ആക്കാറുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പൊ എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആണ്. ഞാൻ ഉപയോഗിക്കുന്നുള്ളത് AC മിസ്റ്റിന്റെ മോയ്സ്ചറൈസിംഗ് ക്രീം ജെല്ലാണ് ഞാൻ ഉപയോഗിക്കലുള്ളത്. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്ന് ഹൈഡ്രേഷൻ നിലനിർത്താനും സ്കിന്ന് ഡ്രൈ ആയി പോകുന്നത് കുറക്കാനൊക്കെ സഹായിക്കും. കേട്ടിട്ടുണ്ട് എന്റെ സ്കിന്ന് ഓയിലിയാണ്, അതുകൊണ്ട് മോയ്സ്ചറൈസറിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെയുള്ളതൊക്കെ ഞാൻ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും ഉപയോഗിക്കേണ്ട ഒന്നാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് മോയ്സ്ചറൈസർ ഉണ്ടാകും, അത് ഉപയോഗിച്ചാൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് സൺസ്ക്രീന്. വിഷ് കെയറിന്റെ ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് സ്കിൻ കെയറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ ഉപയോഗിക്കുന്നത് പറഞ്ഞല്ലോ ഫിഷ് കെയറിന്റെ ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആണ്. ഇതിൽ SPF 15+ അതേപോലെ തന്നെ PA++++ ഉണ്ട്. ഇത് നോക്കി വേണിട്ട് നമ്മൾ സൺസ്ക്രീൻ ഒക്കെ സെലക്ട് ചെയ്യാന്. സൺസ്ക്രീന് ബാക്കി പ്രോഡക്റ്റ് പോലെ കുറച്ച് എടുത്തല്ല ഉപയോഗിക്കേണ്ടത്. നമ്മൾ 3 ഫിംഗർ എടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും ഉപയോഗിക്കണം, പുറത്തു പോകുമ്പോഴാണെങ്കിലും ഉപയോഗിക്കേണ്ട ഒന്നാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്ന ഈ 4 പ്രൊഡക്റ്റുകളും. നമ്മൾ വിചാരിക്കുന്നത് പുറത്ത് പോകുമ്പോൾ നമ്മൾ മേക്കപ്പിന്റെ മുമ്പായിട്ട് ഉപയോഗിക്കേണ്ട ഒന്നാണ് ഇതൊക്കെ എന്നാണ് വിചാരിക്കുക. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മൾ എപ്പോഴും ഡെയിലി ആയിട്ട് യൂസ് ചെയ്യേണ്ട സാധനം. നമ്മളിപ്പോ കുളി കഴിഞ്ഞ സമയത്താണെങ്കിലും ഒക്കെ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, എന്താണ് ഇനിയിപ്പോ സെറം ഉപയോഗിച്ചില്ലെങ്കിലും വലിയൊരു കുഴപ്പമില്ല. അതേപോലെ തന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇട്ട് കഴുകും വേണം. അങ്ങനെയും നമ്മൾ നമ്മളെ സ്കിന്നിനെ കെയർ ചെയ്ത് കൊണ്ടുപോയാലാണ് നമ്മളെ സ്കിന്നിനുള്ള ഒരുപാട് ഡാമേജുകൾ കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു ദിവസം ഉപയോഗിച്ചു, 2 ദിവസം ഉപയോഗിച്ചു, ഇതൊക്കെ റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കേണ്ടത് 2-3 മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾക്കൊരു റിസൾട്ട് കിട്ടുക. അല്ലാതെ നമ്മളിപ്പോ ഇന്നൊരു പ്രൊഡക്റ്റ് യൂസ് ആക്കിക്കാണ്ട് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിന് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ള വെച്ചാല് നമ്മളെ ഇപ്പോ ഫേസ് വാഷ്, സൺസ്ക്രീൻ ഇതൊക്കെ ആവട്ടെ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാന്നൊക്കെ നമുക്ക് അറിയണം. അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ഇങ്ങനെയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡെയിലി സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തേണ്ടത് കേട്ടോ. ഇത് നമ്മൾ എന്ന് നമ്മളെ ബേസിക് സ്കിൻ കെയർ ആയിട്ട് ഉപയോഗിക്കേണ്ട ഓരോ സാധനങ്ങൾ. പക്ഷെ നമ്മൾ ഓരോ സ്കിൻ ടൈപ്പ് ഏതാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസുകൾ വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയണം കേട്ടോ.